ന്യൂസ് ട്രെൻഡ്സ് ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കേവലം 8 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണം അതിന്റെ ഫൈനൽ ലാപ്പിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. LDFും UDFും പ്രകടന പത്രിക പുറത്തിറക്കാൻ തയ്യാറാവുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വമ്പൻ പ്രഖ്യാപനങ്ങളോടുകൂടി NDAയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും വളരെ പ്രകടമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഈ പ്രകടന പത്രികയിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിൽ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി. അതുകൂടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരസ്യങ്ങളിൽ ഇപ്പോൾ തന്നെ UDF ഇറക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. LDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണ നേട്ടങ്ങളാണ് ഉയർത്തി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇനി എന്തൊക്കെയാണ് മിഷൻ എന്നതുകൂടി വ്യക്തമാക്കുന്ന പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. ഒപ്പം ഈ നേതാക്കളെല്ലാവരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി പാലക്കാടും തൃശ്ശൂരും എത്തിയത് എങ്കിൽ ഇനി പ്രധാനമന്ത്രി എത്തുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങൾ. പ്രത്യേകിച്ച് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട് തിരുവനന്തപുരത്ത് എന്നത് തന്നെയാണ്. തിരുവല്ലയിലെ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള നേതാക്കളെ കളത്തിൽ ഇറക്കിക്കൊണ്ടാണ് UDF പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തുകയും വിവിധ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതാ 8 ദിവസം, അതായത് ഒരാഴ്ച മാത്രമാണ് ഇനി പ്രചാരണത്തിന് ശേഷിക്കുന്നത് എന്നതാണ്. അങ്ങനെ ഒരു ആവേശ കൊടുമുടിയിലേക്ക് എത്തുകയാണല്ലോ പ്രചാരണം. നേതാക്കൾ, ദേശീയ നേതാക്കൾ പലരും ഇപ്പോഴും കേരളത്തിൽ തമ്പടിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനു വേണ്ടി നേതാക്കൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. അതിനിടെ രേവന്ത് റെഡ്ഡി എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? വേനൽ ചൂട് കടുക്കുകയാണ്. അതിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ് കേരളത്തിൽ. ഇനി കേരളം വിധി എഴുതാൻ 8 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരാഴ്ചക്കപ്പുറം കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. അതിന്റെ ആവേശം, അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടാണ് ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി മുതൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരെയുള്ള ദേശീയ നേതാക്കൾ താരപ്രചാരകരായി വിവിധ മുന്നണികൾക്ക് വേണ്ടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമാകുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കൊച്ചിയിലും തൃശൂരും അടക്കം വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങി. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും വലിയ ആവേശമായി എത്തി. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് കൂടുതൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് പ്രചാരണ രംഗം സജീവമാക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ രേവന്ത് റെഡ്ഡി, തെലങ്കാനയുടെ മുഖ്യമന്ത്രി കൂടിയായ രേവന്ത് റെഡ്ഡി നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പുത്തൻപള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നേമ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള പുത്തൻപള്ളിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുത്തൻപള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് മുട്ടത്തറ വരെയാകും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ശബരിനാഥനുമായി നടത്തുക. നമുക്കറിയാം, സംസ്ഥാനം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്, ത്രികോണ പോരാട്ടമാണ് നേമത്ത് നടക്കുന്നത്. ആ നേമത്ത് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിക്കൊണ്ടാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ന് കാട്ടാക്കടയിലും അരുവിക്കരയിലും ഉൾപ്പെടെ പാലോട് അടക്കം വിവിധ മേഖലകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമാകും. അതോടൊപ്പം മറ്റ് ജില്ലകളിലേക്ക് കൂടി രേവന്ത് റെഡ്ഡി എത്തുന്നുണ്ട്. ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് രേവന്ത് റെഡ്ഡിയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിലേക്കാണ് രേവന്ത് റെഡ്ഡിയെ എത്തിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ റോഡ് ഷോ ആരംഭിക്കും. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം, വലിയ ആവേശം. ആ ആവേശത്തിന് നടുവിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഇപ്പോൾ പുത്തൻപള്ളിയിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഷോയുടെ ഭാഗമാകും. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കാരണം നമുക്കറിയാം, നേമത്ത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന 3 മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥാനമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയാണ് അമ്പലത്തറയിൽ V ശിവൻകുട്ടിക്ക് വോട്ട് തേടിക്കൊണ്ടെത്തിയത്. വലിയ ജനപങ്കാളിത്തമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തത്തോടെ നടന്നത്. അതിന്റെ തുടർച്ചയായാണ് രേവന്ത് റെഡ്ഡി കൂടി ഇവിടേക്ക് എത്തുന്നത്. വലിയ ആവേശം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു കാഴ്ച. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് കളം നിറയുന്നത്. അഭിലാഷ്, ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് കളം നിറയുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കുകയുമാണ് വിവിധ മുന്നണികൾ. കഴിഞ്ഞ ദിവസം ആയിരുന്നു
രാഹുൽ ഗാന്ധി. യെസ്, എന്തായാലും ഡാൻ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ പ്രതികരണം നമുക്കറിയാം, മാധ്യമങ്ങൾ എല്ലാവരും പ്രതികരണത്തിന് തേടുന്നുണ്ട് എങ്കിലും അത് അനുവദിക്കുന്നില്ല. കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദീപാദാസ് മുൻഷിയെ നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ. യെസ്, എന്തായാലും മുഖ്യമന്ത്രിയാണ്. സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഡാൻ കഴിയുന്നത്ര പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിന് അനുവദിക്കുന്നില്ല എന്ന്. ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസും ഇതാ കളം പിടിക്കുവാനുള്ള ഊർജിതമായ ശ്രമമാണ്. കേരളത്തിൽ അധികാരത്തെ തിരികെത്തുക എന്നത് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. രാഹുൽ ഗാന്ധി and Priyanka ji, I love Kerala because you are role model of the country. You have reached 100% education, Karnakaran, Women Chandi time, and also A.K. Antony, highest integrity, honesty leader from Kerala. And you people are hard-working people. You people are educated people. You people are made Middle East as a developed countries. Today, we have to think. We have to take a decision of Kerala future. All these 10 years, Pinarayi Vijayan is sitting in Thiruvananthapuram. His elder brother Narendra Modi is sitting in Delhi. These Modi brothers have ruined Kerala state. Because of these two persons, Kerala is facing many problems. Today, we have to teach a lesson to Modi brothers. Today, I wanted to appeal Kerala people, if you are going to vote LDF or Pinarayi Vijayan, the vote is going to reach Narendra Modi in Delhi. It is nothing but Pinarayi Vijayan is nothing but Narendra Modi, shadow Narendra Modi's brother. There is no difference between Narendra Modi and Pinarayi Vijayan. So Kerala people are intelligent people. Kerala people are educated people. They have never allowed communal people into Kerala. They have marginalized communalists. They have marginalized. Yes, രേവന്ത് റെഡ്ഡിയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.